നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Thy rod and thy staff, they comfort me. സങ്കീർത്തനം 23 എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നാൽ ദൈവം വടിയും കോലും എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ വടിയും കോലും ഉണ്ടെങ്കിൽ, ദുഷ്ടൻ്റെ കയ്യിലല്ല, യേശുവിൻ്റെ കയ്യിൽ, കർത്താവിൻ്റെ കയ്യിൽ വടിയും കോലും ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. വടി എന്തിനാ? നമ്മളെ വഴി തെറ്റിപ്പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ. വടി ചെറിയതായിട്ടൊന്ന് ശിക്ഷണം കിട്ടുന്ന ദൈവത്തിൻ്റെ ശിക്ഷണം നമുക്ക് നല്ലതാണ്. പിശാചിൻ്റെ അടിമത്വത്തിലല്ല. ദൈവം നല്ല മാതാപിതാക്കൾ ശിക്ഷണത്തിൽ തന്നെയാണ് മക്കളെ വളർത്തുന്നത്. കോലെന്തിനാ? ദൂരെ കോലിൻ്റെ അറ്റത്തൊരു വലിയ ഒരു കൊടയുടെ അറ്റം പോലെ കാണും, പോലെ. അത് ദൂരെ ഇരിക്കുന്നതിനെ അടുപ്പിച്ചു കൊണ്ടുവരാൻ, നമുക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്തത് അല്ലെങ്കിൽ ലഭിക്കാത്തതായ അനുഗ്രഹങ്ങളെ താഴ്ത്തി നമുക്ക് തന്നിട്ട് നമുക്കത് പ്രാപിച്ചെടുക്കാൻ, അതായത് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്തതായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത് താഴ്ത്തി തരണം. മനസ്സിലായോ? കോല് അത് കർത്താവ് ഉപയോഗിക്കുന്ന രണ്ടും നമ്മുടെ നന്മയ്ക്കാണ്. ഈ വടിയും കോലും ദുഷ്ടൻ്റെ കയ്യിലല്ല, ഇത് എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ്. അങ്ങനെയാണ് സങ്കീർത്തനം 23 പറയുന്നത്. 23 തുടങ്ങുന്നതിന് യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ 23 സങ്കീർത്തനത്തെ വ്യത്യാസം. അതുവരെയും ഈ സങ്കീർത്തനങ്ങളെല്ലാം ദൈവം ഇങ്ങോട്ട് ചെയ്യുന്നു, ദൈവമേ നീ എന്ത് ചെയ്യും, ദൈവം ഇങ്ങോട്ട് സംസാരിച്ചിട്ട് ദൈവത്തിനെക്കുറിച്ച് പറയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നു, സ്തുതിക്കുകയും ആവലാതി പറയുന്ന എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ നമ്മൾ ദൈവത്തിനെക്കുറിച്ച് നമ്മൾ പെർസീവ് ചെയ്യുന്ന. പക്ഷേ ദൈവം ഈ 23 ഈ ആട് തിരിച്ചു പറയുകയാണ് അവൻ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നത്. അതൊരു പ്രത്യേക അധ്യായമാണ്. നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ. ഒരു ആടിന് ബുദ്ധി ഉണ്ടായിട്ട് നല്ല കാര്യം ദൈവത്തെക്കുറിച്ച് പറയുക, നമ്മളൊരു ബോധോദയം ഉണ്ടായെന്ന് പറയും. അത് തന്നെയാണ് സത്യത്തിൽ. അതിനെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ എന്താ പറയുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എൻ്റെ ഉടമസ്ഥനാകുന്നു. എനിക്കൊന്നിനും മുട്ടില്ല, എല്ലാം കരുതുന്ന ഒരു ഇടയൻ. ചില അമ്മമാരെ കണ്ടിട്ടുണ്ട്, കൊച്ചു പിള്ളേർ അവർ പോകുന്നതിന് മുമ്പ് ഭക്ഷണം പാക്ക് ചെയ്തും ബാഗിനകത്ത് കയറ്റി വെക്കും, ഷൂസ് എല്ലാം എടുത്ത് വെച്ചിരിക്കും, അതിനവർക്ക് വെള്ളം എടുത്ത് വെച്ചിരിക്കും, പിന്നെ വേണ്ടതെല്ലാം പുറകിലില്ല. അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ദ വേ ഷീ ഡസ്, ഷി വാസ് എ പ്രൊഫസർ ഓഫ് ഇക്കണോമിക്സ്. എന്തെല്ലാം കാര്യം അവൾ ചെയ്യുന്നു. നീ എങ്ങനെ ചെയ്യുന്നു ഞാൻ അവളോട് ചോദിച്ചു. ഷി വാസ് എ ലൈറ്റ്, ഷീ ഡൈറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ കഴിവുള്ള കുറേ സ്ത്രീകളെ എനിക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് പരിചയമുണ്ടെങ്കിൽ അവരെ നമ്മൾ ആശ്രയിക്കാൻ നമുക്കൊരാവശ്യം വരുമ്പോൾ. ഇവിടെ വേദപുസ്തകത്തിൽ 23 പറയുന്നത് ആടിനറിയാം എൻ്റെ ഉടമസ്ഥൻ ആരാന്ന്. അതുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് ദാവീദ് എഴുതി വെച്ചിരിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തും. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തും. എല്ലാം നല്ലതല്ലേ? കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുത്തില്ല, കാരണം നീ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അവിടെയാണ് ഞാൻ എടുക്കുന്നത്. വടിയും കോലും എപ്പോഴും ആശ്വസിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് പഠിക്കേണ്ടത്. എപ്പോഴാണ് ദൈവം നമ്മളെ വടിയും കോലും? വടി എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു, ശിക്ഷണത്തിന്. എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് കയറാം. 12-ാം അധ്യായത്തിൽ എന്തിനാണ് വടി ദൈവം തന്നിരിക്കുന്നത്? നമ്മുടെ വടിയും കോലും. എബ്രായ ലേഖനം 12:4 തൊട്ടുള്ള വാക്യം പ്രധാനമാണ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അത് പാപം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തിന് വിപരീതമായിട്ട് പോകുമ്പോഴേ അടി കൊള്ളുന്നുള്ളൂ, അല്ലാത്തപ്പോൾ അടിക്കത്തില്ല. അതും ബാലൻസ്, ശാശ്വതമായ കൈകൊണ്ട് നമ്മളെ അങ്ങ് നശിപ്പിക്കാനല്ല, ചെറിയ ശിക്ഷണം. നമ്മുടെ പാപത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ശിക്ഷണേ ഉള്ളൂ. പാപത്തോട് പോരാടി നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. ഒരിക്കലും ദൈവത്തിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. അവിടെ നിർത്താം. ദൈവം ശിക്ഷിക്കുന്നുണ്ട്, ദൈവത്തിനോട് എതിര് പറഞ്ഞ് കയീൻ പറഞ്ഞ പോലെ ദുഷ്ടത ചെയ്ത് നമ്മൾ തിരിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. ആബേലിനെ കൊന്നു കഴിഞ്ഞ് ദൈവം കയീനെ വിളിച്ചിട്ട് ദൈവം പറയുന്നുണ്ട്, നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ തിന്മ നിൻ്റെ വാതിക്കൽ നിൽപ്പുണ്ട്. അതെപ്പം വാതിൽ പറഞ്ഞാലും കയറി ഇങ്ങ് പോരുമെന്ന്. അതല്ലേ പല മക്കളുടെ അവസ്ഥ.
നന്മ ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഒന്നാമത് ചെറുപ്പത്തിൽ നമ്മൾ അവരെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ചുമതലാബോധം എന്ത്, എല്ലാവർക്കും എൻ്റെ മക്കൾ സുഖിക്കണം, എൻ്റെ മകൾക്ക് എൻ്റെ കഷ്ടം ഉണ്ടാകരുത്. അതെല്ലാം സത്യത്തിൽ ഞാൻ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് പ്രയാസത്തിൽ കൂടെ വരുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഉന്നത പദവി. അല്ലാത്തവരെല്ലാം നശിച്ചു പോകുന്നുണ്ട്. എല്ലാന്നില്ല, ഒട്ടുമുക്കാലും. ശ്രദ്ധിച്ച് നോക്കിക്കോ. ഈ അമേരിക്കയിലൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഫോറിനേഴ്സ് അവിടെ വന്ന് താമസിക്കുന്ന ഉടനെ അവരുടെ മക്കൾ ആദ്യത്തെ ജനറേഷൻ ഫസ്റ്റാണ് എല്ലാത്തിനും, സ്കൂളിലും അക്കാഡമിക്സിലും സ്പോർട്സിലും എല്ലാത്തിലും. രണ്ടാം തലമുറ വലിയ കുഴപ്പമില്ല. മൂന്നാം തലമുറയാകുമ്പോൾ അമേരിക്കൻസിനെക്കാട്ടും മോശമാകും, ഒന്നിനും കൊള്ളത്തില്ല. അവരുടെ മൊറാലും പോകും, അവരുടെ വിഗറും പോകും, എല്ലാം പോകും. എങ്ങനെയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയെന്നും നമ്മൾ എന്തെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളോട് ദൈവം പറയുന്നു, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കല്ലേ, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? അപ്പം ഈ സ്നേഹമുള്ള അപ്പന്മാർ മക്കളെ ശിക്ഷിക്കും. അപ്പം അപ്പുറത്തെ മോൻ കട്ടെടുത്താൽ ഞാനവനെ ശിക്ഷിക്കത്തില്ല. അവനവൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കും, കുഞ്ഞാ നീ ചെയ്യുന്നത് ശരി, അതിൽ കൂടുതൽ. പക്ഷെ എൻ്റെ മകനാ കട്ടെടുത്തെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവെപ്പിക്കും. അത് നമുക്കിവിടെ ആവശ്യമില്ല എന്ന് പറയും. എന്താ, സ്വന്തം മക്കളാകുമ്പോൾ ശിക്ഷ കൊടുക്കും, എന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്താൽ അടിക്കുകയും ചെയ്യും. പഠിച്ചില്ലെന്ന് നമ്മൾ വഴക്ക് പറയും. അതൊക്കെ നമ്മുടെ സ്വന്തം മക്കളാകുമ്പോൾ. കാരണം അപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ സ്വന്തം മക്കൾ. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകരുത്, നമ്മൾ പിറുപിറുക്കല്ലേ, നമ്മൾ അതിന് ദൈവത്തിനെതിരായിട്ട് നിൽക്കല്ലേ. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളെവിടെ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ. കൗലടയന്മാർ എന്ന് പറഞ്ഞാൽ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ. അതായത് ദൈവത്തിൻ്റെ മൊറാലിറ്റിക്ക് നിയമപരമല്ലാതെ അല്ലെങ്കിൽ ജാരസന്തതി എന്നാണ് അവരെ വിളിക്കുന്നത്. അവർക്ക് അപ്പനെന്താ അമ്മ ആരെന്നറിയാൻ വയ്യാത്ത ഗതികേട്. അങ്ങനെ അല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് ദൈവശിക്ഷണം തിന്മയായിട്ട് ആരും കാണല്ലേ. നമുക്ക് വഹിക്കാവുന്നതിൽ കൂടുതൽ ശിക്ഷ ദൈവം വഹിക്കുന്നില്ല. നമ്മുടെ പാപത്തിൻ്റെ അളവിനനുസരിച്ചേ ശിക്ഷിക്കുന്നുള്ളൂ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്പം കഷ്ടം വരുമ്പോൾ, മക്കൾക്ക് കഷ്ടം വരുമ്പോൾ കർത്താവിനോട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യത്തില്ല. ദൈവം അത് ശരിയാക്കി കൊണ്ടുവരുന്നുള്ള ഉറപ്പ് വരികയാണ്. നമ്മളോട് വിശുദ്ധ വചനം ഈ എബ്രായ ലേഖനം 12:4 തൊട്ട് ഏകദേശം 13 വരെയുള്ള വാക്യം വളരെ പ്രധാനപ്പെട്ടു. നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ എടുത്ത് വായിക്കണം. നമ്മളോട് പറഞ്ഞു, അവർ ശിക്ഷിച്ചത് കുറേ കാലം തങ്ങൾക്ക്, ലോകത്തിലുള്ള അപ്പന്മാർ ശിക്ഷിക്കുന്ന തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടി. ദൈവം പറയുന്നുണ്ട്, ബി ഹോളി അസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പം നമ്മൾ വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവത്തിലേക്ക് കയറാനുള്ള ശിക്ഷണമാണ്. അല്ലാതെ നമ്മൾ ലോകത്തിൽ കുറേ കാശുണ്ടാക്കി വെച്ച് ഇവിടെ കുറേ ടവറുണ്ടാക്കി, ബാബേൽ ടവർ ഉണ്ടാക്കാനല്ലെന്നേ. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആത്മാവിൽ തിരഞ്ഞെടുത്തവരെ തിരിച്ചു കൊണ്ടുവാപ്പിച്ച. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പക്ഷെ പിന്നത്തേതിലും അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പം നീതി അല്ലെങ്കിൽ റൈച്വസ്നെസ് എന്ന് പറയുന്ന ആ ഒരു ദാനം ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ശിക്ഷണം കിട്ടിയവർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അത് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചിലപ്പം ദൈവം തരാത്തതിൻ്റെ ഒരു കാരണം ഒത്തിരി ഗുണങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പണം തരാതെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാൻ വയ്യാത്തതിൻ്റെ അത് കിട്ടിയാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ. അത് ഏതൊരു നല്ല കാര്യവും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തത് തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ദൈവം ശിക്ഷണം തരുന്നത്. ശിക്ഷണം ജോസഫിന് കൊടുത്തതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, ദാവീദിന് കൊടുത്തതിനെക്കുറിച്ച്. ദാവീദ് ബത്ശിബയുടെ അടുക്കൽ പോയി സോളമൻ്റെ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം ഒരു കുഞ്ഞുണ്ടായി. ദൈവം ശിക്ഷിക്കും. നാഥാൻ പ്രവാചകനെ കൊണ്ട് അയപ്പിച്ച് ശിക്ഷണം കൊടുക്കുക തന്നെ ചെയ്തു. അതോടെ മാനസാന്തരം വന്നു. അത് നമ്മൾ ഓരോരുത്തർക്കും വേദപുസ്തകത്തിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ. അപ്പം ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരം ദുഃഖകരമായിട്ട് തോന്നും. പിന്നത്തേതിന് അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നീതി എന്ന സമാധാനത്തിൻ്റെ ഫ്രൂട്ടാണ്, ഫലം ലഭിക്കും. ദ റൈറ്റ്യസ്നെസ് ഈസ് ഗിവൺ ബൈ ഗോഡ്.
ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്താൻ ദൈവത്തിൻ്റെ ശിക്ഷണത്തിനകത്തിരിക്കുന്നവരെ ദൈവം ഉയർത്തുമെന്ന് വെയിറ്റ് ചെയ്യും. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകെ നിങ്ങളുടെ കാലിനെ പാദം നിരത്തുവീൻ. നമ്മുടെ ജോലി എന്തോന്നറിയാമോ? ദൈവത്തിന് വേണ്ടി നമ്മൾ പാദം നിരത്തുന്നവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ശിക്ഷണമുണ്ട്. അതിൽ ദൈവശിക്ഷണം തിന്മയ്ക്കല്ല. നമ്മൾ ദുഷ്ടൻ്റെ കയ്യിൽ പോടാതെ അവൻ്റെ വടിയും കോലും എന്നെ എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ ശിക്ഷണം കൊടുത്ത് എന്നെ പഠിപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ബാക്കി ഭാഗം എഴുതിയിരിക്കുന്നത്? എൻ്റെ ശത്രുക്കൾക്ക് അൺകെ അവൻ വിരുന്നൊരുക്കും, എൻ്റെ തലയെ അവൻ അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ പിന്തുടരും, ഞാനൊക്കെ ഇവിടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പോലും അനുസരണം പഠിച്ച് ക്രൂശോളം തന്നെത്താനെ താഴ്ത്തി ക്രൂശ് മരണം ഏറ്റെടുത്ത് അനുസരണം പഠിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിതാവാം ദൈവം പുത്രനെ പോലും ശിക്ഷണത്തിൽ ക്രൂശ് മരണം ഏറ്റിട്ടാണ് പദവികൾ കൊടുത്തതെങ്കിൽ നമുക്കും വേറെ ഒരു കുറുക്കു വഴിയൊന്നുമില്ല. കർത്താവിൻ്റെ ശിക്ഷണത്തിൽ തന്നെ നമുക്ക് വളരാം, നമുക്ക് നമ്മുടെ തലമുറകൾക്ക്. അങ്ങനെ ദൈവം നമ്മളെ കൗലടയന്മാരല്ല ദൈവത്തിൻ്റെ മക്കളാക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് മക്കളെന്ന പദവിയിൽ കയറി വരാൻ മഹാഭാവി എന്നുള്ള സ്റ്റേജിൽ എപ്പോഴേ പക്ഷെ മാറ്റിക്കളഞ്ഞു. മക്കൾ ശിക്ഷണം ഞങ്ങൾക്ക് തരണം. മക്കളാണെങ്കിലേ ശിക്ഷണമുള്ളൂ. അപ്പം അല്പമൊക്കെ അടിയും ചിലപ്പോൾ ഒക്കെ നമ്മൾ നിന്നിൽ നിന്ന് ഒരു ശാസനം കിട്ടുന്നെങ്കിൽ നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ മിണ്ടാതിരിക്കുന്ന ഒരു കാലമുണ്ട്. വേദപുസ്തകത്തിൽ പഴയ നിയമം കഴിഞ്ഞിട്ട് 400 വർഷത്തോളം പക്ഷെ മിണ്ടാതിരുന്നു. അതാണ് ഡാർക്ക് ഏജസ് എന്ന് പറയുന്നത്. ഒരു ഭർത്താവ് ഭാര്യയോട് മിണ്ടാതിരിക്കുക, ഭാര്യ ഭർത്താവിനോട് മിണ്ടാതെ. ഡാർക്ക് ഏജസ് അവരുടെ ജീവിതം. അഴിഞ്ഞു പോകട്ടെ, അവിടെയെല്ലാം വെളിച്ചം വരട്ടെ. അവിടെ വെളിച്ചം വരട്ടെ. ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ അവരെ കൊണ്ടുപോകാൻ എൻ്റെ വടിയും കോലും അവരെ ആശ്വസിപ്പിക്കുന്നാണ് പറഞ്ഞു. ശിക്ഷണം കൊടുക്കേണ്ടടുത്ത് ശിക്ഷണം കൊടുക്കണം. എൻ്റെ വടി കോല് അവർക്ക് അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ താഴ്ത്തി കൊടുക്കുമ്പോൾ ശിക്ഷണം കഴിയുമ്പോൾ അവർക്കത് കിട്ടുമ്പോൾ അത് പ്രയോജനമാകും. അങ്ങനെ അവരെ പഠിപ്പിച്ചെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരു തലമുറകൾ പോലും ഞങ്ങളുടെ അടിയൻ്റെ വചനം കേൾക്കുന്ന ഒരു കുടുംബത്തിൽ പോലും ശാപം നിൽക്കാനൊക്കത്തില്ല. വചനം ശക്തമായിട്ട് കടന്നു ചെല്ലുന്നതിന് സ്തോത്രം. അപ്പച്ചൻ അത് ചെയ്യുന്നതിന് വചനം ക്രിയ ചെയ്തിട്ടല്ലാതെ തിരിച്ചു വരത്തില്ല. പ്രവർത്തിക്കുന്നതിന് നന്ദി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നിൻ്റെ മക്കളായിട്ട് നിൻ്റെ ഇടയനാകുന്ന നിൻ്റെ ആടുകളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പദവിക്ക് നന്ദി പറയുന്നു. പക്ഷെ എൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം. അപ്പനെങ്കിൽ മക്കളെ ശിക്ഷിക്കുന്ന പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് തരുന്ന ശിക്ഷണത്തിൽ ദൈവത്തോട് നീരസം കാണിക്കാതെ വിനയപ്പെട്ട് ജീവിക്കാൻ, പഠിക്കേണ്ടത് പഠിക്കാനും, നിന്നിൽ പഠിച്ചെടുത്തത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൂടെ കൃപ തരണം. ഇതെല്ലാം കൃപയാണ്. പക്ഷേ ആ കൃപയിൽ നിർത്തുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.